പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഡ്രാഗൺ വെറൈറ്റിയാണ്. ഡ്രാഗൺ വെറൈറ്റി അത്ര വലിയ ഒരു വീട്ടാവശ്യത്തിനൊക്കെയും കിട്ടണമെങ്കിൽ അത്ര വലിയ ശുശ്രൂഷയൊന്നും ഇല്ലെങ്കിലും 2 കല്ല് 2 മരക്കമ്പ് അതെല്ലാം ഉണ്ടെങ്കിൽ ഈ സാധനം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് വയ്ക്കാം. താഴ്ത്ത് വെച്ചാലും അത് കുറച്ച് എവിടെയെങ്കിലും പറ്റി പിടിച്ച് പോയിട്ട് നമ്മുടെ മണി പ്ലാന്റ് പോലെ വരെ അത് കല്ലുമ്മയും ചുമരുമ്മയ്ക്കും പടർന്നു പോവുകയും ചെയ്ത്. സാധാരണ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയണ പോലെ ഒന്നും ഇത് കൃഷി ചെയ്യേണ്ട ഒരാവശ്യമില്ലാത്ത സാധനം. വെള്ളം വേണ്ടേ വേണ്ട. ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഫസ്റ്റ് വെച്ചിരുന്നത് പെയിൻറ്റ് ബക്കറ്റിൽ. 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിരുന്നുള്ളൂ. നല്ല വലുപ്പമുള്ള കായെല്ലാം ലഭിച്ചു. ഫസ്റ്റ് ഉണ്ടാകുന്ന ഫ്ലവറിന് വൈകുന്നേരമാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയാൻ വേണ്ടി ഞങ്ങൾ ഉറക്കളച്ച് വീഡിയോ എടുത്ത് കാത്തിരുന്നു. പിന്നെ അത് സാധാരണ ആയപ്പോൾ ഇത് ഇത്ര വലിയ കാര്യമില്ല. ഇവിടെ സുലഭമായി കിട്ടണതാണ് ഇങ്ങനത്തെ കരിങ്കല്ലിൻ്റെ പീസ് വെച്ച് 3-4 കുഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഇരുമ്പിൻ്റെ റാഡ് വെച്ചു, അതിൻ്റെ മേലെ ടയർ വെച്ചു. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. മരത്തിൽ ടെറസിൻ്റെ മുകളിലേക്ക് വെറും മരക്കമ്പോൾ ചുള്ളിക്കമ്പോളൊക്കെ വെച്ചിട്ട് അതിന്മേലാണ് നമ്മൾ പടർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചൂട് കൂടിയിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വേസ്റ്റ് തുണികളൊക്കെയും കൊടുന്നിട്ട് അതിൻ്റെ മേലെ വെച്ച് ഇരുമ്പ് പഴുത്ത് കഴിഞ്ഞിട്ട് ഇത് നാശമാവുമെന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കവർ ചെയ്തു. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ചൂട് കൂടുമ്പോൾ ചിലത് പൊള്ളിയ പോലെ വരും. അത് തന്നെ അത് റിക്കവറായിക്കോളും. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട. ഇതിൽ 4 വെറൈറ്റിയാണുള്ളത്. റെഡ്, വൈറ്റ്, റോയൽ യെല്ലോ, ഇസ്രായേൽ യെല്ലോ. അങ്ങനെ നഴ്സറിക്കാർ പറഞ്ഞ പേരാണ് ഇതൊക്കെയും. അങ്ങനെയുള്ളതാണ്. ഇതിൽ 2 തരം വന്നിട്ടുള്ളത് വരെ. വൈറ്റും റെഡും ഞങ്ങൾക്ക് നന്നായി നല്ല ഫ്രൂട്ട് തന്നു. ഞങ്ങളുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഞങ്ങൾ സെയിലും ചെയ്യാറുണ്ട്. ഇത് കുറേശ്ശെ, അല്ലാണ്ട് വലിയ വാണിജ്യാടിസ്ഥാനത്തല്ല. അത്യാവശ്യം ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഇതാണ് റോയൽ യെല്ലോ 2 തിരിച്ചറിയാൻ വേണ്ടി ഈ സാധനത്തമ്മ ഞാൻ ചാക്കൊയ്ക്കും കെട്ടി വെച്ചുള്ളത്. ഇത് റോയൽ റെഡ് കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പ്ലാന്റ് വേഗം വരും. ഇത് വളരും. ഇതൊക്കെ ഞങ്ങൾ വെട്ടിയിട്ട കഷ്ണം താഴ്ത്ത് ഇട്ടാൽ ഇതെല്ലാം നിറച്ച് ഒരാൾക്കാർ ഇതിൽ നിന്ന് വന്നിട്ട് അവർ കൊണ്ടുപോകും. ഞാൻ പറയും ഇത് സിമ്പിൾ കാര്യം. ഒരാളുടെ വീട്ടിൽ വെക്കാൻ ഏറ്റവും കുഴപ്പം ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് നമ്മൾ ചേമ്പും പിന്നെ അതിൻ്റെ ബാക്കിൽ കഴുങ്ങും നമ്മുടെ കാച്ചിലും ഒക്കെയും വെച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് എല്ലാ സാധനങ്ങളും അടുത്തടുത്ത് വയ്ക്കാൻ വേണ്ടി പ്രയത്നിക്കും. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് ബെറി. താഴ്ത്തി എടുക്കുന്നത്. കയറ് കെട്ടി കൊടുക്കണം. ഈ മരത്തിൻ്റെ മേലെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്.